ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കൈമാറിയ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന വിശ്വാസികളിലും നിങ്ങൾക്ക് നല്ല മാതൃകകളുണ്ട് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല മാതൃകകൾ സമ്മാനിച്ചതിന് ശേഷമാണ് ഈ ലോകത്തോടെ യാത്രയായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വിശ്വാസ കാര്യങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. ഒറ്റക്ക് ഏകനായി ഒരാളെയും കാത്തു നിൽക്കാതെ നന്മക്ക് വേണ്ടി പോരാടിയ, തൗഹീദിന് വേണ്ടി പോരാടിയ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ആളുകൾ പറയുന്നുണ്ട്, ഖാലു അഅൻത ഫഅൽത ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം. ബഹുദൈവ ആരാധകരായിരുന്ന, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന സമൂഹത്തിൽ വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെയുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് അതിലെ ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ ചുമലിൽ കോടാലി തൂക്കിയിട്ട്, മഴു തൂക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോ അവിടെയുള്ള ആളുകൾക്കറിയാമായിരുന്നു ഒരാളെയും കൂസാതെ ഈ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ധൈര്യം അത് ഇബ്രാഹിമിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ചോദിക്കുകയാണ്, ഇബ്രാഹിം താങ്കളാണോ ഇത് ചെയ്തത്? ഈ വിഗ്രഹങ്ങൾ മുഴുവനും ഉടച്ചു കളഞ്ഞത് ഇബ്രാഹിം താങ്കളാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ബുദ്ധിയോട് സംവദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. നിങ്ങൾ ഒരുപക്ഷെ അതിലെ ഏറ്റവും വലിയ വിഗ്രഹം ഒരു കേടുപാടും സംഭവിക്കാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഒരുപക്ഷെ ആ വിഗ്രഹമായിരിക്കാം ബാക്കിയുള്ളതിനെ മുഴുവനും നശിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ആ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ, അതിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് മറുപടി പറയുമല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു. എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹം സംസാരിക്കുമെന്നും ആ വിഗ്രഹം പറയും ആരാണിത് ചെയ്തത് എന്ന് പറയും എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരൊറ്റ വിഗ്രഹത്തിന് പോലും സംസാരിക്കാൻ കഴിയില്ല എന്നും, അതുകൊണ്ട് തന്നെ തന്റെ കൂടെയുള്ള വിഗ്രഹങ്ങളെ തച്ചുടച്ച് കളഞ്ഞപ്പോ അതുപോലും തടയാനോ അതിനെതിരെ സംസാരിക്കാനോ കഴിയാത്ത ഈ വിഗ്രഹത്തോട് തന്റെ സങ്കടങ്ങൾ പറയുന്നതിലൂടെ വിഡ്ഢികളായി മാറുകയാണ് മനുഷ്യ സമൂഹം എന്ന വലിയ സന്ദേശം പഠിപ്പിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രശംസിച്ച് സംസാരിച്ചത്. തൗഹീദിന് വേണ്ടി സ്വന്തം പിതാവിനോട് സംസാരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സ്വന്തം സമൂഹത്തോട് സംസാരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ കാലഘട്ടത്തിലെ ആളുകളുമായി സംവദിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ തൗഹീദിന്റെ മാർഗത്തിൽ ആ മാർഗത്തെ ആർക്കെങ്കിലും ആ മാർഗത്തോട് അനിഷ്ടമുണ്ട് എങ്കിൽ വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ആർക്കാണ് വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ, ഇല്ലാ മൻ സഫിഹ നഫ്സ, മനസ്സിന് മൂഢത ബാധിച്ച ആളുകൾക്കല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗത്തെ അവഗണിക്കാൻ കഴിയില്ല, അതിനോട് വിമുഖത കാണിക്കാൻ കഴിയില്ല. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഈ ലോകത്ത് അല്ലാഹു തെരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്തെത്തുമ്പോ അദ്ദേഹം സദ്വൃത്തരുടെ കൂട്ടത്തിലുമായിരിക്കും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗം അത്രയും വ്യക്തതയുള്ള തെളിഞ്ഞ പാതയായിരുന്നു. മനസ്സിന് മൂഢത ബാധിച്ച ആളുകൾക്കല്ലാതെ, ശത്രുത ബാധിച്ച ആളുകൾക്കല്ലാതെ ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന്
പറഞ്ഞതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലഖദ് ഇസ്തഫൈനാകു ഫിദ് ദുനിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഈ ഭൂമിയിൽ അള്ളാഹു തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ നുബൂവത്ത് നൽകി, നബിയാക്കി, അതോടൊപ്പം തന്നെ റിസാലത്ത് നൽകി, റസൂലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സിദ്ദീഖ് എന്ന് വിളിച്ചു, അള്ളാഹുവിന്റെ ഖലീൽ എന്ന് അഭിസംബോധന ചെയ്തു. ഇങ്ങനെ ഒരുപാട് പദവികൾ അള്ളാഹു ഇഹലോകത്ത് നൽകി എന്ന് മാത്രമല്ല, പരലോകത്ത് അദ്ദേഹം സ്വാലിഹുകളുടെ സദ്വൃത്തരുടെ കൂട്ടത്തിലുമായിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞതോടൊപ്പം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഈ ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഒന്നുമില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അസ്ലിം, ഇബ്രാഹിം നീ മുസ്ലിം ആകണം, നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം എന്ന് അള്ളാഹു പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് പിന്നെ ഒന്നും സംശയിക്കേണ്ടി വന്നില്ല. എന്താണ്, ഞാൻ ഇതുവരെ മുസ്ലിം അല്ലേ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അള്ളാഹു തൃപ്തനല്ലേ, എന്റെ ജീവിതത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടോ, ഞാനൊരു പ്രവാചകനല്ലേ എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറയുന്നതിന് പകരം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് മുന്നിൽ ഞാനിതാ എന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന മറുപടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ കൃത്യമായ മാതൃക നമുക്കുണ്ട്. ഈ ഒരു കാലഘട്ടം തിന്മകൾ നിറഞ്ഞ കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും ഒരുപാട് തിന്മകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന കാലഘട്ടമാണ്. ഏത് തെറ്റുകൾ ചെയ്യുമ്പോഴും അത് കുട്ടികളല്ലേ, അല്ലെങ്കിൽ മുതിർന്ന ആളുകളല്ലേ, അല്ലെങ്കിൽ ഇന്ന ആളുകളല്ലേ, അതൊക്കെ സ്വാഭാവികമല്ലേ, ആളുകൾ കൂട്ടുകൂടുമ്പോ ഒരൽപ്പം മദ്യപിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് തെറ്റുകളെ ന്യായീകരിക്കുകയും തെറ്റുകളെ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പോലെ ഒറ്റക്ക് പോരാടാൻ ധൈര്യമുണ്ടോ? ഒരാൾക്കൂട്ടത്തിന്റെ പിൻബലം ആവശ്യമില്ല. നമുക്ക് തിന്മയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തെറ്റുകൾ കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനും, നന്മകൾ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ശത്രുക്കൾ അപമാനിക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം പ്രവാചകനായി വരുന്നു, ആളുകളോട് സംവദിക്കുന്നു, ആളുകളോട് സംസാരിക്കുന്നു. എന്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹം സംസാരിക്കുന്നത് തൗഹീദിനെ സംബന്ധിച്ചാണ്. ഈ ലോകത്തിന്റെ നാഥനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ആ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന സുന്ദരമായ തൗഹീദിന്റെ സന്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ അപമാനിക്കുവാനും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുവാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് രൂക്ഷമായ ഭാഷയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് സംസാരിച്ചു. ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിനെതിരായി എന്ന് മാത്രമല്ല, എന്ത് ചെയ്യണമെന്നറിയുമോ? ഇബ്രാഹിമിനെ നിങ്ങൾ പിടിച്ചു കെട്ടി ആ ഇബ്രാഹിമിനെ കരിച്ചു കളയണം എന്ന് ആഹ്വാനം നടത്തി ആളുകൾ മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗമുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന രംഗം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ മുന്നിൽ പതറിപ്പോയില്ല. ഏതെങ്കിലും ആളുകൾ വിമർശിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഉപദ്രവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ വിശ്വാസം കൈവെടിഞ്ഞ് മാളത്തിലിരിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധനായില്ല. അദ്ദേഹം പുഞ്ചിരിയോടുകൂടെ അത് നേരിടാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പിടിച്ചുകെട്ടി അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവസാനമായി പറഞ്ഞ വാചകമുണ്ട്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്ക് അല്ല മതി, വരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ അല്ലാഹുവാണ്. സഹോദരങ്ങളെ, ആർക്കാണ് ഇത് പറയാൻ കഴിയുക? ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ആളുകൾ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ, സമൂഹം മുഴുവനും നമുക്കെതിരെ നിൽക്കുന്ന സമയത്ത്, സത്യത്തിന്റെ പാതയിൽ നിൽക്കുന്ന
നമുക്ക് പറയാൻ കഴിയുമോ? എനിക്ക് അള്ളയുണ്ട്, അള്ളാഹു എന്റെ കൂടെയുണ്ട്, ആ അള്ള എന്നെ സംരക്ഷിക്കും എന്ന് എത്ര ആളുകൾക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരിയോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു സംരക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു. ആ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ബോധ്യപ്പെടുന്നു. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ല മതി, വരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു ആണ് എന്ന് തന്നെ കത്തിക്കുവാൻ വന്ന ആളുകളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു. അള്ളാഹു പറഞ്ഞു, ഫഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കരിച്ചു കളയേണ്ട തീയിന്റെ ചൂടിന്റെ കാഠിന്യം ഒഴിവാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ രോമം പോലും കരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ തീയിന്റെ സ്വഭാവത്തെ അള്ളാഹു മാറ്റിക്കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, സഹോദരങ്ങളെ, ഏത് പരീക്ഷണ ഘട്ടങ്ങളെയും ശാന്തതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പരിഹാസങ്ങൾ, ദീനിന്റെ എതിർ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് പരിഹാസങ്ങൾ നമുക്ക് ഏൽക്കേണ്ടി വരും. പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ അവരെ കളിയാക്കാനും അവരെ പരിഹസിക്കുവാനും ആളുകൾ ഉണ്ടാകും. ഏതെങ്കിലും ഒരാൾക്കൂട്ടത്തിലേക്ക് ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചു ചെല്ലുമ്പോൾ അവിടെ ചോദിക്കും, ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ പ്രാകൃതമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണോ വരുന്നത് എന്ന് പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ താടി നീട്ടി വളർത്തിക്കൊണ്ട് ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കാനുണ്ടാകും, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ താടിയും വളർത്തിയാണോ നീ നടക്കുന്നത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ദീനിയായി ജീവിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കാനുണ്ടാകും. ഇസ്ലാമികമായ ക്ലാസുകൾ കേൾക്കുവാൻ, ഇസ്ലാമികമായ സംസാരം നടത്തുവാനൊക്കെ ആളുകൾ തയ്യാറാകുമ്പോൾ പരിഹസിക്കുവാനും പുച്ഛിക്കുവാനും ആളുകൾ ഉണ്ടാകും. പക്ഷെ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്നതുപോലെ പക്വതയോടുകൂടെ ആ സാഹചര്യത്തെ നേരിടുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നല്ല സ്വഭാവത്തോടുകൂടെ ഇത്തരം സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിപ്പിക്കുമ്പോ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഒരു സംശയവുമില്ലായിരുന്നു, അള്ളാഹു സംരക്ഷിക്കും, എന്നെയാണെങ്കിലും എന്റെ കുടുംബത്തെയാണെങ്കിലും എന്റെ മക്കളെയാണെങ്കിലും അള്ളാഹു സംരക്ഷിക്കും എന്ന പൂർണ്ണ ബോധ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെയും മകനെയും ഉപേക്ഷിക്കുവാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം, ഇവിടെ ഈ ഊശ്വരമായ ഭൂമിയിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണോ എന്ന്. അതെ, അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞപ്പോ അവർക്കും ആശ്വാസമാകുന്നു. അവിടെ അവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അവരെ അറിയുന്ന, അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിയാത്ത ഊഷരമായ ഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനയുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന് അറിയാം അള്ളാഹു സംരക്ഷിക്കുമെന്ന്. അതെ, ഇതൊന്നും നേരത്തെ കണ്ടുകൊണ്ടല്ല. മകനെ അറുക്കാൻ പറഞ്ഞപ്പോ അറുക്കാൻ സന്നദ്ധനായി. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അറിയില്ല, ഞാൻ അറുക്കാൻ വേണ്ടി കത്തിവെക്കുമ്പോ, കഴുത്തിൽ കത്തിവെക്കുമ്പോ ഇബ്രാഹിം നീ മകനെ അറുക്കേണ്ട, പകരം ആടിനെ അറുത്താൽ മതി എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നേരത്തെ അറിയില്ല. മക്കളെയും ഭാര്യയെയും ഒക്കെ ഉപേക്ഷിച്ചു വരുമ്പോ, മരുഭൂമിയിൽ ഉപേക്ഷിച്ചു വരുമ്പോ അവരെ അള്ളാഹു ഇന്ന മാർഗങ്ങൾ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നേരത്തെ അറിയില്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധനായി, അള്ളാഹുവിൽ വിശ്വസിച്ചു. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധനായി. അതിന്റെ ഗുണങ്ങൾ ഭൗതികമായ ജീവിതത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലൊക്കെ അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് നല്ലതേ വരുത്തൂ എന്ന് പറയാൻ കഴിയണം. നമുക്ക് ചിലപ്പോൾ തോന്നും, ഇത് പരീക്ഷണങ്ങൾ വരുമ്പോ എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നും.
പക്ഷെ സഹോദരങ്ങളെ, നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. അള്ളാഹു അതുകൊണ്ട് എന്താണ് തീരുമാനിച്ചത് എന്ന് ഒരിക്കലും നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങൾ നേരിടുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ചതുപോലെ അള്ളാഹുവിൽ വിശ്വസിക്കുവാനും അത്തരം സന്ദർഭങ്ങളെ ഏറ്റെടുക്കുവാനും അതിനെ ആ രൂപത്തിൽ തന്നെ നേരിടുവാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഹലോകത്തും പരലോകത്തും വിജയം തന്നെയായിരിക്കും. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതേപോലെ ജീവിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.